എടുക്കുന്ന വീഡിയോസ് ആ ഡ്രൈവിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് എപ്പോഴും വരുന്നുണ്ട്. നിങ്ങൾ അത് ആ ഡ്രൈവ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അതില്. ഓക്കെ, സോ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ് ഓവൻ ഡ്രൈ മെത്തേഡ്, അതാണ് ഏറ്റവും അക്യുറേറ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് പൈക്കനോമീറ്റർ മെത്തേഡ് അല്ലെ. ആക്ച്വലി പൈക്കനോമീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് കേട്ടോ. നമ്മള് ജി എന്ന് പറഞ്ഞില്ലേ, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വാട്ടർ കണ്ടന്റ് കിട്ടും. മൂന്നാമത്തെ മെത്തേഡാണ് സാൻഡ് ബാത്ത് മെത്തേഡ്, അത് ഒരു ക്യുക്ക് ഫീൽഡ് മെത്തേഡ്, പെട്ടെന്ന് ഫീൽഡിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. ആൻഡ് ഫോർത്ത് വൺ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. ഇത് ഫീൽഡിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. ഫീൽഡിൽ റോഡ് വർക്കിനൊക്കെ വേണ്ടി ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കാൽഷ്യം കാർബൈഡ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓവൻ ഡ്രൈ മെത്തേഡ് മാത്രമാണ്. ഓക്കെ, സോ അതിലേക്ക് വരാം. എങ്ങനെയാണ് ഓവൻ ഡ്രൈ മെത്തേഡ് വഴി നമ്മൾ ഒരു സോയിലുള്ള വെള്ളത്തിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് നോക്കാം. നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ആദ്യം ഒരു കണ്ടെയ്നർ, ഒരു പാത്രം എടുക്കാം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്നുള്ള ഒരു പാത്രം കാണിച്ചിട്ടുണ്ട് അല്ലെ, സാധാരണ ഒരു പാത്രം. ആ പാത്രത്തിന്റെ വെയിറ്റ് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇനി ആ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് സോയിലിന്റെ, ഏത് സോയിലിന്റെ ആണോ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കേണ്ടത് ആ സോയില് ആ പാത്രത്തിലേക്ക് ഇടുക. അപ്പൊ ഈ പാത്രത്തിലേക്ക് നമ്മൾ സോയിൽ ഇട്ടു, അതാണ് രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത് വെറ്റ് സോയിൽ. വെള്ളം ഉണ്ടാവണമല്ലോ, നല്ല കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ വെറ്റ് സോയിൽ ഇട്ടു, അതിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ആ വെയിറ്റ് ആണ് വെയിറ്റ് ഓഫ് ദ സോയിൽ സാമ്പിൾ വിത്ത് കണ്ടെയ്നർ എന്ന് പറയുന്ന ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പൊ ഡബ്ല്യു എന്ന് പറഞ്ഞാല് സോയിലിന്റെയും അതിട്ടിരിക്കുന്ന പാത്രത്തിന്റെയും കൂടെ ഒരുമിച്ചുള്ള വെയിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പാത്രം കൊണ്ടുപോയിട്ട് ഒരു ഓവലിൽ കൊണ്ടുവച്ചു. അതാണ് മൂന്നാമത്തെ ഫിഗർ. നല്ല ഹോട്ട്, നല്ല ചൂടുള്ള ഒരു ഓവലിൽ കൊണ്ടുവച്ചു. ഓവലിൽ കൊണ്ടുവയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് ആ സോയിലിനകത്തുള്ള എല്ലാ വെള്ളവും ഇവാപ്രേറ്റ് ചെയ്ത് പോകും. സോയിലുള്ള വെള്ളം ഫുള്ള് ആ ചൂട് കാരണം ഇവാപ്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ സോയിലിലെ വെള്ളം ഫുള്ള് ഇവാപ്രേറ്റ് ചെയ്ത് പോയാൽ പിന്നെ അവിടെ എന്താ ബാക്കി ഉണ്ടാവുക? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. സോയില് ഫുള്ള്, വെള്ളം ഫുള്ള് പോയി, പിന്നെ അതിലെന്താ ബാക്കി ഉണ്ടാവുക? ആ സോയില് മാത്രമേ, അല്ലെങ്കിൽ സോളിഡ് മാത്രമല്ല, ഡ്രൈ സോയില് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്രയാണോ അതിൽ വെള്ളം ഉണ്ടായിരുന്ന ആ വെള്ളം പോയി അല്ലെ, ഇനി സോയില് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഉണങ്ങിയ സോയില്, ഏറ്റവും ലാസ്റ്റ് പോലെ കാണാൻ ഡ്രൈ സോയിൽ ഉണ്ടാവും. ആ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് എടുത്തു, അതാണ് WD. അപ്പൊ നമുക്ക് ആദ്യം വെള്ളം ഉണ്ടായിരുന്ന സോയിലിന്റെ വെയിറ്റ് കിട്ടി, വെള്ളമില്ലാത്ത സോയിലിന്റെ വെയിറ്റും കിട്ടി. ഇനി ഇതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? അതിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വാട്ടർ, അത് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ അത് കണ്ടുപിടിക്കാന്നാണ് ചോദ്യം. W - WD. സീമിയ ദാസ്, ഗുഡ്. യാ റിൻഷ, വെരി ഗുഡ്. യാ മുഹമ്മദ് ഷിബ്ലി, ഗുഡ് ഗുഡ് അല്ലെ. അതില് സോയിൽ വിത്ത് വാട്ടർ ആണ് നമ്മൾ W എന്ന് പറയുന്നത് ആയത്തത്. പിന്നെ വെള്ളം അതിൽ നിന്ന് പോയതിനു ശേഷം, ഇവാപ്രേറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് WD എന്ന് പറയുന്നത്. അതിന്റെ ഡിഫറൻസ് എടുത്താൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു എന്ന് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് എ വെയിറ്റ് ഓഫ് വാട്ടർ അല്ലേ. അപ്പോ വെയിറ്റ് ഓഫ് വാട്ടർ WW എന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു W മൈനസ് WD എന്ന് കിട്ടും അല്ലെ. വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞതാണ്, വാട്ടർ കണ്ടന്റ് സ്മോൾ w ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽ ആണ്, സോളിഡ് ആണ് അല്ലെ. ഇവിടെ വെയിറ്റ് ഓഫ് സോളിഡ് ഏതാ? വെയിറ്റ് ഓഫ് സോളിഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് ഇതിൽ, ഏത് വെയിറ്റ് ആണ് വെയിറ്റ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത്? ഏതാണ് ചാർബോസ് പറഞ്ഞേ, ഏത് വെയിറ്റ് ആണ്? WD. വൈഷ്ണവി, വെരി ഗുഡ്. WD എന്ന് പറഞ്ഞാണ് വെയിറ്റ് ഓഫ് സോളിഡ് അല്ലെ. സോളിഡിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ WD ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ എന്താവും? ഇപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞേ, വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ എന്തായി മാറും? നമുക്ക് എങ്ങനെ ഇതിന് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാം? സ്മോൾ w is equal to വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാല് W മൈനസ് WD ആണ്, ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ WD ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇത് വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ കേട്ടോ. ഈ ഒരു കേസിൽ, ഈ ഒരു ഓവൻ ഡ്രൈ മെത്തേഡില് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് കേട്ടോ. ഓവൻ ഡ്രൈ മെത്തേഡില് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ വെയിറ്റ് ഓഫ് വെറ്റ് സോയിൽ, അതാണ് W എന്ന് പറഞ്ഞാൽ, വെറ്റ് സോയിൽ മൈനസ് വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ, ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ അല്ലെ. ഇത് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാട്ടർ കണ്ടന്റ്. മെത്തേഡ് മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ പറഞ്ഞേ. മെത്തേഡ് മനസ്സിലായോ? എന്താണ് ഓവൻ ഡ്രൈ മെത്തേഡ് എന്നുള്ളത്? യെസ്, മനസ്സിലായി.
ആ മെത്തേഡിന്റെ പേരൊന്ന് എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. ഓവൻ ഡ്രൈ മെത്തേഡ്. മെത്തേഡിന്റെ പേരൊന്ന് എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓവൻ ഡ്രൈ മെത്തേഡ്. ഓവൻ ഡ്രൈ. ഓക്കെ, ഓവൻ ഡ്രൈ മെത്തേഡ്. ഓക്കെ, വെരി ഗുഡ്. യാ, ശരി. അപ്പൊ നമ്മള് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പഠിച്ചു, ഓവൻ ഡ്രൈ. ഓക്കെ, യെസ്. പിന്നെ ഇന്നലെ നിങ്ങളുടെ ഡിസ്കഷൻ പ്രകാരം നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ജിയോടെക്കിന്റെ ഗ്രൂപ്പ്, നമ്മുടെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത ആളുകളും ചെയ്യാനുള്ള ആളുകളും ശ്രദ്ധിക്കുക, അതിൽ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്താൽ മതി, അല്ലാത്തവർ ജോയിൻ ചെയ്യരുത് കേട്ടോ. ഞാൻ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും കുറച്ചാൾ മാത്രം റെസ്പോണ്ട് ചെയ്ത് ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പൊ റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ അതിൽ ഇരിക്കരുത്, താല്പര്യമുള്ളവർ മാത്രം അതിൽ ഇരിക്കുക. കാരണം അവർക്കേ അത് ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. അവർക്കത് ഉപയോഗം, അല്ലാത്തവർക്ക് ബോറടിക്കും. അങ്ങനെയുള്ളവർ മാത്രം ചെയ്യാം. ഓക്കെ, ഇനി അത് വിടാം. ഇന്ന് ഫ്രൈഡേ ആണല്ലേ, നമുക്ക് എനിക്ക് തോന്നുന്നു നാളെ മുതൽ ലോക്ക്ഡൌൺ ആണ്. ഇന്ന് ഓടണ്ട, അങ്ങാടിയിലേക്ക് വെറുതെ എല്ലാവരും കൂടെ കൂട്ടും കൂടി ഓടേണ്ട കാര്യമില്ല. ലോക്കാണെങ്കിലും ശ്രദ്ധിക്കുക, ആവശ്യമായ കാര്യങ്ങൾ കടകൾ തുറക്കും. എന്ന് വെച്ചാൽ പലചരക്കും പച്ചക്കറിയൊക്കെ സാധനങ്ങൾ തുറക്കും. അതൊന്നും തുറക്കാതിരിക്കില്ല കേട്ടോ. ഒന്നിച്ച് കടയിൽ പോയിക്കാണ്ട് വെറുതെ ഒച്ചപ്പാടും പാടുണ്ടാക്കി കൂട്ടം കൂടണ്ട. ഒരാഴ്ചത്തുള്ള കൊറോണ അപ്പൊ തന്നെ വാങ്ങിച്ച് കൊണ്ടുവരേണ്ട വരും. വെറുതെ കടയിൽ പോകണ്ട. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ സബ്ജക്ട് വാട്ടർ കണ്ടന്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ട് ഇനി നമുക്ക് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ഒരു സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കും. അതിന് മുമ്പ് എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞേ, ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞു. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ഒന്ന് വേഗം പറഞ്ഞേ. വാട്ട് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി? എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞത്? വേഗം പറ. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും അറിയില്ലേ? നമ്മളെ പഠിപ്പിച്ച സാധനല്ലേ? വൈ യു ആർ നോട്ട് റെസ്പോണ്ടിങ്? എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു. ഓക്കെ, സിമ്പിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര, അതാണ് ആ റേഷ്യോ തന്നെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ആക്ച്വലി വെയിറ്റുമായി ബന്ധപ്പെട്ടാണ്. നമ്മളിപ്പോ അത് ചെയ്യുന്ന വെച്ചാല് ഒരു പാത്രത്തില് നമ്മൾ ആ മെറ്റീരിയൽ എടുത്ത് വിചാരിക്കും, എന്നിട്ട് അതിന്റെ വെയിറ്റ് നോക്കാം. അതേ പാത്രത്തിൽ അത്ര വോളിയം തന്നെ വെള്ളം എടുത്തു, അതിന്റെയും വെയിറ്റ് നോക്കാം. അത് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ആക്ച്വലി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് പഠിക്കാൻ കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്, നോട്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ജി കണ്ടുപിടിക്കാൻ, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പൈക്കിനോമീറ്റർ മെത്തേഡാണ്. പൈക്കിനോമീറ്റർ മെത്തേഡ് എന്ന് പറയും. പൈക്കിനോമീറ്റർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ, സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ. ഇതിനെ ഡെൻസിറ്റി ബോട്ടിൽ എന്നും പറയാറുണ്ട് കേട്ടോ. ഡെൻസിറ്റി ബോട്ടിൽ എന്നും പറയാറുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ അല്ലെങ്കിൽ ഡെൻസിറ്റി ബോട്ടിൽ. അപ്പൊ ഇതാണ് രണ്ട് മെത്തേഡുകൾ. ഇത് ഒന്നാമത്തെ മെത്തേഡ്, ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡുകൾ. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തിന്റെ പേര് പൈക്കനോമീറ്റർ മെത്തേഡ്, രണ്ടാമത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ മെത്തേഡ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നു, പൈക്കനോമീറ്റർ മെത്തേഡ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇവിടെ ഞാൻ ഇപ്പോ വട്ടടുന്ന ഈ ഒരു കുപ്പിപാത്രം, ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി പൈക്കനോമീറ്റർ എന്ന് പറയുന്നത്. പൈക്കനോമീറ്റർ ആണ്. പൈക്കനോമീറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പാത്രം. ഓക്കെ, നമ്മൾ അച്ചാറിട്ടേക്കുന്ന കുപ്പിയല്ല, പൈക്കനോമീറ്റർ ആണ് അത്. ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ പൈക്കനോമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ആദ്യം ഈ ഒരു പൈക്കനോമീറ്ററിന്റെ എം ടി വെയിറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ ഫിഗറിൽ പറയുന്നു, അതാണ് W1 എന്ന് പറഞ്ഞാൽ എം ടി വെയിറ്റ് ഓഫ് ദി കണ്ടെയ്നർ അല്ലെങ്കിൽ എം ടി വെയിറ്റ് ഓഫ് ദ പൈക്കനോമീറ്റർ. അപ്പൊ എം ടി വെയിറ്റ് എന്ന് പറഞ്ഞാൽ W1 ആണ്. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ചാറ്റ് ബോക്സ് പറഞ്ഞേ, ഒന്ന് എസ് ഓർ നോ പറഞ്ഞേ. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്.
ആ പൈക്കനോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റിന്റെ ഒരു പാത്രമാണ് അല്ലെ, അതിന്റെ empty വെയിറ്റ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ശരി ശരി. ഇനി ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ പൈക്കനോമീറ്ററിലേക്ക് സോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് ആ സോയിൽ ആഡ് ചെയ്തിട്ട് ആ പാത്രത്തിന്റെയും സോയിലിന്റെയും ഒന്നിച്ചുള്ള വെയിറ്റ് ആണ് W2 എന്ന് പറയുന്നത്, കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിൽ. അതിൽ എത്രത്തോളം സോയിൽ വേണമെന്നുള്ളത് സാധാരണ പറയാറ് ആ പാത്രത്തിന്റെ 1/3 സോയിൽ എന്ന് പറയാം. ആ പാത്രത്തിന്റെ 1/3 സോയിൽ ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ പാത്രം ഇതാണെങ്കിൽ അതിന്റെ ഒരു 1/3 ഇപ്പൊ ഇത്രയൊക്കെ സോയിൽ ഫില്ല് ചെയ്യാം അല്ലെ. അങ്ങനെ സോയിൽ ഫില്ല് ചെയ്തിട്ട് ആ പാത്രവും സോയിലും കൂടെ ഉള്ള ഒന്നിച്ചുള്ള വെയിറ്റ് എടുക്കുക, അതാണ് W2. ഓക്കെ, ഇനി ചെയ്യേണ്ട ഇപ്പൊ ആ പാത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ആ പൈക്കനോമീറ്ററിൽ എന്തൊക്കെയാ ഉള്ളത്, അതിനകത്ത് എന്താ ഉള്ളത്? പൈക്കനോമീറ്ററിനകത്ത് എന്താ ഉള്ളത്? വേഗം പറ. ആ സോയിൽ അല്ലെ, അതിനകത്ത് ഡ്രൈ സോയിൽ ഉണ്ട് അല്ലെ. നമ്മൾ ഇനി ചെയ്യേണ്ടത് ആ സോയിലിലേക്ക്, ആ പാത്രത്തിലെ സോയിലിലേക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇതിന്റെ മുകളിൽ ഈ മൂടി തുറന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും കേട്ടോ. വെള്ളം ഒഴിക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ച് ഈ പാത്രം ഫുൾ ആവുന്ന വരെ, ആ പാത്രം ആ പൈക്കനോമീറ്റർ കംപ്ലീറ്റ് ആവുന്ന വരെ വെള്ളം ഒഴിക്കാം. അപ്പോ ഈ പാത്രത്തിനകത്ത് ഇപ്പൊ സോയിലും ഉണ്ട് വെള്ളവും ഉണ്ട്, രണ്ടിന്റെ ഒരു മിക്സർ ആണുള്ളത് അല്ലെ. പാത്രത്തിനകത്ത് എന്തൊക്കെയുള്ളത്? സോയിലും വാട്ടർ, സോയിൽ ആൻഡ് വാട്ടർ. അപ്പൊ ആ സോയില്, വാട്ടർ പ്ലസ് ആ പാത്രം, അതിന്റെ ഒന്നിച്ചുള്ള വെയിറ്റ് ആണ് മൂന്നാമത്തെ വെയിറ്റ് W3 എന്ന് പറയുന്നത്. പൈക്കനോമീറ്റർ പ്ലസ് ഡ്രൈ സോയിൽ പ്ലസ് വാട്ടർ ഒന്നിച്ചുള്ള വെയിറ്റ് ആണ് W3. ഇനി അവസാനത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഇപ്പൊ ഈ പാത്രത്തിനകത്ത് സോയിൽ ഉണ്ട് വെള്ളമുണ്ട് അല്ലെ, നമ്മളതെല്ലാം ഒഴിവാക്കാം, ഫുള്ള് ഒഴിവാക്കാം, അതിനകത്തുള്ള എല്ലാം ഒഴിവാക്കാം, നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൽ വെള്ളം മാത്രം ഫില്ല് ചെയ്യാം. ഇപ്പൊ ആ പാത്രത്തിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ, ഫുള്ള് വെള്ളം. ഓക്കെ, ആ പാത്രത്തിന് ഫുള്ള് അത് നിറച്ച് വെള്ളം ഫില്ല് ചെയ്യുക, എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുക്കുക, അതാണ് W4 എന്ന് പറയുന്നത്. പാത്രം പ്ലസ് വാട്ടർ മാത്രം അല്ലെ. അപ്പൊ W1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ചാർബോസ് ടൈപ്പ് ചെയ്തേ. വാട്ട് ഇസ് W1? W1 എന്താ? വേണ്ട ടൈപ്പ്. വാട്ട് ഇസ് W1? W1 എന്താണ്? empty container അല്ലെ, വെയിറ്റ് ഓഫ് പൈക്കനോമീറ്റർ. വെരി ഗുഡ്, വെയിറ്റ് ഓഫ് ദി പൈക്കനോമീറ്റർ. ഓക്കെ, W2 എന്താണ്? W2 എന്താണ് പറയും? വാട്ട് ഇസ് W2? W2 എന്താണ്? സോയിൽ പ്ലസ് കണ്ടെയ്നർ. യെസ് അല്ലെ, പൈക്കനോമീറ്റർ പ്ലസ് സോയിൽ അല്ലെ, അല്ലെങ്കിൽ സോയിൽ പ്ലസ് പൈക്കനോമീറ്റർ, കണ്ടെയ്നർ പ്ലസ് സോയിൽ. ഓക്കെ, W3 എന്താ? W3 എന്താ? വാട്ട് ഇസ് W3? W3 എന്താണ്? W3 എന്താണ്? വേഗം പറ. W3 എന്ന് പറഞ്ഞാല് കണ്ടെയ്നർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ അല്ലെ, മൂന്നുണ്ട്. കണ്ടെയ്നർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ, കണ്ടെയ്നർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ അല്ലെ. ഓക്കെ, W4 എന്താണ്? കണ്ടെയ്നർ പ്ലസ് വാട്ടർ അല്ലെ. W4 എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ പ്ലസ് വാട്ടർ. ഓക്കെ, ഗുഡ്. അപ്പൊ ഇങ്ങനെ ഈ 4 വെയിറ്റ് കിട്ടിയാലും നമുക്ക് അതിൽ നിന്ന് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി G is equal to അല്ലെ, ഇവിടെ ഉണ്ട്, W2 minus W1 divided by equation. W2 minus W1 divided by W2 minus W1 minus W3 minus W4 അല്ലെ. W1 ഉം W2 ഉം W3 ഒക്കെ എന്താന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പൈക്കനോമീറ്റർ ഉപയോഗിച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് ചാർബോസ് പറഞ്ഞേ. ഓക്കെ ആണോ? ചാർബോസിൽ പറയൂ. യെസ് ഓർ നോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ അതാണ് പൈക്കനോമീറ്റർ മെത്തേഡ് കേട്ടോ, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ. ഇനി നമ്മൾ ഒരു മെത്തേഡും കൂടി ഉണ്ട് അറിഞ്ഞില്ലേ, രണ്ടാമത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ ഉപയോഗിച്ചിട്ട്. ആ പൈക്കനോമീറ്ററിന് പകരം സ്പെസിഫിക് ഗ്രാവിറ്റി ബോർഡിലായി എന്നുള്ള ഒറ്റ വ്യത്യാസമല്ലോ, ബാക്കിയെല്ലാം സെയിമാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പൈക്കനോമീറ്റർ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ വലിയ സോയിലിനാണ് കേട്ടോ. പൈക്കനോമീറ്റർ ഉപയോഗിക്കുന്നത് കോസ് ഗ്രെയിൻഡ് സോയിലിനാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ബോർഡിൽ ഈ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഫൈൻ ഗ്രെയിൻഡ് സോയിലിനാണ്, ചെറിയ സോയിലിനാണ്. ക്ലേ സോയിലിനൊക്കെ ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലാണ്. ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ലൈക്ക് ക്ലേ പോലുള്ള സോയിലുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലാണ്. അതാണ് രണ്ടാമത്തെ മെത്തേഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ. ഇതും സെയിം പ്രൊസീജിയർ ആണ്. എന്ത് ചെയ്യേണ്ടത്? ആദ്യം വെയ്റ്റ് ദി എംറ്റി ബോട്ടിലിന്റെ വെയിറ്റ് W1 അല്ലെ. പിന്നെന്താണ്? അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം, അതിലേക്ക് സോയിൽ ആഡ് ചെയ്യാം, സോയിൽ സാമ്പിൾ ആഡ് ചെയ്യാം.
അപ്പൊ സോയിൽ സാമ്പിൾ പ്ലസ് ആ കണ്ടെയ്നർ ആണ് അല്ലെങ്കിൽ ബോട്ടിലാണ് W2. W2 പറഞ്ഞാല് ബോട്ടിൽ ആൻഡ് സോയിൽ, വെയിറ്റ് ഓഫ് ബോട്ടിൽ ആൻഡ് സോയിൽ, അതാണ് W2. W1 എന്ന് പറഞ്ഞാല് ബോട്ടിലിന്റെ മാത്രം വെയിറ്റ്, W2 എന്ന് പറഞ്ഞാല് ബോട്ടിൽ ആൻഡ് സോയിൽ, ബോട്ടിൽ ആൻഡ് സോയിൽ ആണ് W2. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം, വാട്ടർ ആഡ് ചെയ്യാം. വാട്ടർ ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് ആണ് W3. W3 എന്ന് പറഞ്ഞാല് ബോട്ടില് സോയില് പ്ലസ് വാട്ടർ, അതാണ് W3, ബോട്ടില് സോയില് പ്ലസ് വാട്ടർ. ഓക്കെ, W4 എന്ന് പറഞ്ഞാല് ആ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ, ആ കുഞ്ഞു ബോട്ടിലാണ്, അത് എല്ലാം ക്ലീൻ ചെയ്ത് അതിൽ വെള്ളം മാത്രം നിറക്കുക, അതാണ് W4 അല്ലെ. ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പൈക്കനോമീറ്ററിന് പകരം ഇവിടെ ബോട്ടിലായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ചെറിയൊരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ പറഞ്ഞാൽ കുഞ്ഞു ബോട്ടിലാട്ടോ, കാണാം ഈ ഫിഗറിൽ കാണാം, 50 ml കുഞ്ഞു ബോട്ടിലാണ്. ആ ഇത് മാത്രം മാറിയെന്നുള്ളൂ, ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഏകദേശം സെയിം ആണ്. സോ യു വിൽ ഗെറ്റ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ബൈ ദിസ് ഇക്വേഷൻ, G is equal to W2 minus W. Same equation ആണ്, W2 minus W1 divided by W2 minus W1 minus of W3 minus W4. അപ്പൊ ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലും പൈക്കനോമീറ്ററും രണ്ടും നമ്മളുടെ മെത്തേഡ്. ഇതിലാകെ ഡിഫറൻസ് എന്ന് പറയുന്നത് പൈക്കനോമീറ്റർ ഉപയോഗിക്കുന്നത് കോസ് ഗ്രെയിൻ സോയിലിനാണ്, വലിയ സോയിലാണ്, കോസ് ഗ്രെയിൻ സോയിൽ എന്നാണ് പറയുന്നത്. കോസ് ഗ്രെയിൻ സോയിൽ ഞാനിവിടെ എഴുതി കഴിഞ്ഞിരിക്കാം. പൈക്കനോമീറ്റർ മെത്തേഡ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചോളൂ, ഇത് ഉപയോഗിക്കുന്നത് കോസ് ഗ്രെയിൻ സോയിലാണ്. ഏക വ്യത്യാസം അതാണ്, വലിയ സോയിലാണ്. ഇപ്പൊ എക്സാമ്പിൾ സാൻഡ് വലിയ സോയിലാണ്, ആ പാർട്ടിക്കിൾസിന്റെ വലിപ്പം, അതിന്റെ സൈസ് വലുതാണ് അല്ലെ, കോസ് ഗ്രെയിൻ സോയിൽ. അതാണ് പൈക്കനോമീറ്റർ ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഉപയോഗിക്കുന്നത് ക്ലേ ആണ്, ചെറിയ സോയിലിനാണ്. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. കാര്യങ്ങൾ ഓക്കെ ആണോ? മുൻചാർബൂസ് പറഞ്ഞ് മനസ്സിലായോ കാര്യങ്ങൾ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പൈക്കനോമീറ്റർ ഏത് സോയിലിനെ ഉപയോഗിക്കാമെന്ന് ചാർബൂസ് പറഞ്ഞേ. പൈക്കനോമീറ്റർ ഏത് സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ ഉപയോഗിക്കാം? പൈക്കനോമീറ്റർ ഏതിനാ ഉപയോഗിക്കാം? പൈക്കനോമീറ്റർ കോസ് ഗ്രെയിൻഡ് സോയിൽ, കോസ് ഗ്രെയിൻഡ് സോയിൽ അല്ലെ, പൈക്കനോമീറ്റർ ഉപയോഗിക്കുന്നത് കോസ് ഗ്രെയിൻഡ് സോയിൽ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലോ? സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ ഉപയോഗിക്കുന്നത് ഏതിനാ? ഫൈൻ ഗ്രെയിൻഡ് സോയിൽ, ഫൈൻ ഗ്രെയിൻഡ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ്, എങ്ങനെയാണ് വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ